ആമേൻ. റോമാലേഖനം 9-ാം അധ്യായത്തില് 1 തുടങ്ങിയിട്ട് 7 വരെ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു. ഞാൻ പറയുന്നത് ഫോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എന്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രായേല്യർ. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ദൈവജനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രയേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രയേല്യർ എന്നും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ഇസഹാക്കിൽ നിന്നും ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് എണ്ണുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ. ആമേൻ. അതിന് മുമ്പത്തെ അധ്യായം വായിക്കാൻ നമുക്കറിയാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ആമേൻ വേർപിരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹല്ലേലൂയ അവിടെ നമുക്ക് അവിടെ വന്നതിന് ശേഷം അടുത്ത് പറയുക, ക്രിസ്തുവിൽ സത്യം പറയുന്ന ഫോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എന്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഹൃദയത്തിൽ വലിയ ദുഃഖവും വേദനയൊക്കെ വന്ന സമയത്ത് ദേവദാസന സത്യമായിട്ട് തന്നെ പറയാണ്, എന്റെ ഹൃദയത്തിൽ വലിയ ദുഃഖവും വേദനയൊക്കെ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഹല്ലേലൂയ അവിടെ അടുത്ത വാക്യം ഭയങ്കര, ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരൻ സഹോദരന്മാർക്കുണ്ട് ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തരാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അപ്പം അപ്പോസ്തലൻ എന്താണ് ക്രിസ്തുവിനോട് ചേർന്ന് ജഡപ്രകാരമുള്ളവർക്ക് വേണ്ടി ശാപഗ്രസ്തനാകാൻ വേണ്ടി ആകാമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അവര് എന്തുകൊണ്ടാണ് നമ്മളെ സ്വയമായിട്ട് അല്ലെങ്കിൽ കർത്താവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പം പലപ്പോഴും അന്നത്തെ കാലത്ത് ഇന്ന് നമുക്ക് നമ്മുടെ ഒന്നും ജീവിതത്തിൽ അതില്ലെങ്കിലും അന്നത്തെ കാലത്ത് ഭയങ്കര പീഡകളിലൂടെ പ്രയാസങ്ങളിലൂടെ ഒക്കെ അവരെ കടന്നുപോയി. അപ്പൊ അത് എന്ന് വെച്ചാൽ ഈ ശരീരം തന്നെ അല്ലെങ്കിൽ ഈ ജീവിതം തന്നെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു കൊടുത്തേക്കുക. കാരണം വെച്ച് കഴിഞ്ഞാല് അവർ ഇസ്രായേല് പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തവും അവർക്കുള്ള പിതാക്കന്മാർ അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തു അവരിൽ ഉത്ഭവിച്ചു. അവർ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ഇവിടെയൊക്കെ അവരെ കുറിച്ച് പറയണം. അവര് പുത്രത്വം കൊണ്ട് എന്താ പറയുക, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ആമേൻ. ന്യായപ്രമാണമുണ്ട്. ഈ പറയുന്ന ക്രിസ്തു അവരിൽ നിന്നാണല്ലോ ജനിച്ചത്. അവര് സർവത്തിന് മീതെ ഉള്ളവരാണ് എന്നെല്ലാം പറഞ്ഞു. യേശു കർത്താവിനെ കുറിച്ചും പറഞ്ഞു, അവൻ എന്നേക്കും ദൈവമായി കാണും. ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് താഴേക്ക് ദൈവവചനം വൃഥാവായിപ്പോ എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ച എല്ലാ ഇസ്രായേലിനും അബ്രഹാമിന്റെ സന്തതിയായ എല്ലാവരും മക്കളെന്നും വരികയില്ല. ഇത്രയും പറഞ്ഞിട്ട് പൗലോസ് പറയുന്നത്, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചതെല്ലാം ഇസ്രായേലെന്നും ഇസഹാക്ക് അബ്രഹാമിൽ ജനിച്ചതെല്ലാം ദൈവത്തിന്റെ മക്കള് സന്തതി എല്ലാവരും മക്കളെന്നും വരികയില്ല. അപ്പൊ ഇവിടെ അബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് അവര് മക്കളായി മാറത്തില്ല. ഹല്ലേലൂയ. ആരാ കട്ടായി പോലെ നമ്മുടെ താറാമസിനെറ്റാണോ പോയത്? ഹല്ലേലൂയ. അപ്പൊ മക്കളായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ എന്താ അബ്രഹാമിൽ ജനിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് മക്കളെ അവർക്ക് അവിടെ ഇസ്രായേൽ ജനത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം അത് തന്നെയായിരുന്നു. ഹല്ലേലൂയ. കാരണം നമ്മൾ കാണുന്ന മത്തായിയുടെ സുവിശേഷം ഒക്കെ വായിക്കുമ്പോൾ അവരെല്ലാവരും പല പ്രാവശ്യം പറയുന്നു, ഹല്ലേലൂയ, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി. ഹല്ലേലൂയ. അവർ പലയിടത്ത് പറയും ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി. അവർ വിചാരിക്കുന്നത് അബ്രഹാമിന്റെ സന്തതിയായി ജനിച്ചു കഴിഞ്ഞ പിന്നെ അവർക്ക് എല്ലാം തികഞ്ഞു എന്നൊരു തോന്നൽ ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇത് നമ്മളെ കുറിച്ച് പറഞ്ഞാലും പെന്തക്കോസ്തുകാരെ കുറിച്ച് പറയുമ്പോൾ പെന്തക്കോസ് തന്നെ മൊത്തം വേണം. കാരണം പെന്തക്കോസ് അനുഭവത്തിൽ എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്, ക്രിസ്തുവിൽ നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നത് നമ്മളെല്ലാം തികഞ്ഞവരാണെന്ന് തോന്നലുണ്ട്. ഇവിടെ അന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മ ഇന്ന് പറയുന്നത് ഹല്ലേലൂയ, ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചത് കൊണ്ട് എല്ലാം തികഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞ അബ്രഹാമിൽ ജനിച്ചവനെല്ലാം മക്കളെന്ന് സന്തതിയാകെ എല്ലാവരും മക്കളെന്ന് വരികയില്ല. ഹല്ലേലൂയ. അപ്പൊ മക്കൾ ആരാണോ എന്ന് ചോദിച്ചാൽ യേശു കർത്താവ് ഒരിക്കൽ പറയുന്നുണ്ട്, എന്റെ സഹോദരന്മാർ എന്റെ അമ്മയും ആരാന്ന് വെച്ചാൽ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ അത്രയും എന്റെ സഹോദരങ്ങളും
ഹാലേന്റെ മാതാവും എന്ന് പറയുന്നത്. അതുപോലെ ആമേ കർത്താവിന്റെ മക്കളാകണമെങ്കിൽ ആമേ അവിടെ ഇസ്രായേൽ അബ്രഹാമിൽ ജനിച്ചവരെല്ലാവരും മക്കളാകത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്ന് ഇപ്പൊ നമ്മൾ പുതിയ വീണ്ടും ജനിച്ചപ്പോഴത്തേന് എല്ലാം തികഞ്ഞു എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നെങ്കിൽ അത് നല്ലതല്ല. കാരണം എന്താ, നമ്മളെ വീണ്ടും ജനിക്കും. ഇന്നലെ നമ്മൾ ചിന്തിച്ച വചനത്തിനകത്ത് പറഞ്ഞു യജമാനൻ സകലത്തിനും അധികാരി ആക്കുന്നത് ആരെയാ? തന്റെ മക്കൾക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കുന്നവർക്കാണ്. യജമാനൻ വന്ന് കാണുമ്പോൾ ഏൽപ്പിച്ച കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്നവരേക്കാണ് യജമാനന്റെ സകലത്തിനും അധികാരി ആക്കി മാറ്റുന്നത്. അതുപോലെ ഇവിടെ ഇവിടെ മക്കളാണെന്ന്, അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട മക്കളാണെന്ന പദവി നമുക്ക് ലഭിച്ചു, അധികാരം നമുക്ക് ലഭിച്ചു. പക്ഷേങ്കിൽ യഥാർത്ഥത്തിൽ മക്കളായി അല്ലെങ്കിൽ സ്തോത്ര എങ്ങനെയായിരിക്കണമെന്നും ഗുരുവിനെ പോലെ ആകണം, ശിഷ്യത്വത്തിലേക്ക് നമ്മൾ വിളിച്ചെന്ന ബോധത്തോടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് അപ്പൊ ദൈവത്തിന് ഇഷ്ടം ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് അതിലേക്ക് നമ്മൾ യോഗ്യരാകുന്നത്. സാറാ സിസ്റ്റർ വന്ന ഉടനെ മീന സിസ്റ്റർ ക്യാമറ ഓഫ് ആക്കും, അതുവരില്ലെങ്കിൽ ക്യാമറ ഓൺ ആക്കി വെക്കും. കാരണം എനിക്ക് ആരെങ്കിലും എല്ലാവരും ക്യാമറ ഓഫ് ആണല്ലോ, അപ്പൊ ഒരാളുടെയെങ്കിലും മുഖം കാണാം. പറയാം ഇപ്പം എന്താ പറയുക, സ്വന്തം മുഖം നോക്കി പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും ഇപ്പം സൂമിലാകുമ്പോഴത്തേന് കാരണം എല്ലാവരും മറിഞ്ഞിരിക്കുന്നവർ ആരും വെളിച്ചത്ത് വരത്തില്ല എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന എല്ലാവരും ഇസ്രായേലിന് വിശ്വസിച്ച എല്ലാ ഇസ്രായേൽ എന്നും അബ്രഹാമിന്റെ സന്തതി എല്ലാവരും മക്കൾ എന്ന് വരികയില്ല. ഇസഹാക്കിൽ ജനിക്കുന്നത് നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേയുള്ളൂ. അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല, ദൈവത്തിന്റെ മക്കൾ വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ അത്രയേ സന്തതി എന്ന് എണ്ണുന്നത്. ഹല്ലേലൂയ. അപ്പം ജഡപ്രകാരം ജനിച്ച മക്കളെ അല്ല വാഗ്ദത്ത പ്രകാരം ജനിച്ച, ഇവിടെ പറയുന്നത് ജഡപ്രകാരവും വാഗ്ദത്ത പ്രകാരം എന്നോട് പറയുന്നത് രണ്ട് വാക്കുകൾ ഇവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജനനം, നമുക്ക് രണ്ട് ജനനമുണ്ട്, ഒന്ന് ജഡപ്രകാരമുള്ള ജനനം, ഒന്ന് വാഗ്ദത്ത പ്രകാരം എന്ന് തന്നെ പറയാമെങ്കിൽ ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും ജനിച്ചൊരു ജനനമുണ്ട്. ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ മക്കളായി മാറുമെന്ന് വെച്ചാൽ അവിടെ മക്കളായി മാറത്തില്ല. ഹല്ലേലൂയ. അബ്രഹാമിന്റെ സന്തതി ഇസഹാക്ക് എന്ന് യാക്കോബ് വന്ന്, യേശാവ് വന്ന്. റബേക്കയുടെ വയറ്റിൽ നിന്ന് തന്നെ വന്നതാണ് യേശാവും ഹല്ലേലൂയ യാക്കോബും. പക്ഷേ അവിടെ ദൈവം ഒരുവനെ മാത്രം തെരഞ്ഞെടുത്ത് ഒരുവനെ തള്ളിക്കളഞ്ഞു ശരിയെന്നത്. കാരണം അപ്പൊ ജനിച്ചത് കൊണ്ട് മാത്രം മക്കളാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹല്ലേലൂയ. അപ്പം ദൈവം ഹല്ലേലൂയ അനീതിയുള്ള ദൈവമാണോ നമുക്ക് ചോദിക്കുന്നത്. കാരണം വെച്ചാൽ രണ്ടുപേരും ഒരേ ഉദരത്തിൽ കിടന്ന് ഒരുമിച്ച് പ്രസവിച്ച് ഹല്ലേലൂയ. അപ്പൊ വന്നപ്പോഴും എന്നതിന് മുമ്പ് പറയുന്നുണ്ട് മൂത്തവൻ ഇളവനെ സേവിക്കുന്നു. അതിനെ മൂത്തവനെ തള്ളിക്കളഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവത്തിന് പറയാൻ ഒരുപാട് കാരണമുണ്ട്. കാരണം ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്താണ് ദൈവത്തിന് അറിയാം അല്ലേ? നമ്മുടെ മാതാപിതാക്കന്മാർക്ക് പോലും ജനിച്ച് ജീവിതത്തിന്റെ ഓരോ കാലഘട്ടം എത്തുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ചെയ്യുമ്പോഴേ ചെയ്തെന്ന് മനസ്സിലാവും. പക്ഷെ ദൈവത്തിന് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ആദ്യം അന്തവും അറിയുന്നവന് സകലതും അറിയാം. നമ്മളെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെയാണ്, നമ്മൾ എവിടം വരെ എന്തായി തീരുമെന്ന് ദൈവത്തിന് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് പലപ്പോഴും. കാരണം വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്ത് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പത്തി തുടങ്ങി ഇങ്ങോട്ട് ചിന്തിക്കാൻ പോകണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം. ദൈവമേ ആദമിനെ തോട്ടത്തിലാക്കിയിട്ട് ആ പഴത്തിന് ആ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞപ്പം അത് കഴിക്കണമെന്ന് ഒരു ഹൃദയത്തിൽ തീരുമാനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് അവർ കഴിക്കാൻ തീരുമാനിച്ചു. അത് പറിക്കുമ്പോൾ ദൈവത്തിന് അവർ പറിക്കുന്ന ഹാലല്ലേ, അത് തിന്നാൻ പോകുമ്പോൾ പറഞ്ഞില്ല. അപ്പൊ ദൈവത്തിന് വേണേ തടയാൻ വരുന്നല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? സ്റ്റക്കായിരിക്കും. ഞാനാണോ സ്റ്റക്കെന്ന് സാറമസ്റ്ററാണോ സ്റ്റക്കായിരിക്കുന്നത്? സ്റ്റക്കായിരിക്കും നമുക്ക് തോന്നുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങളൊക്കെ? ആരെങ്കിലും ഒന്ന് കേൾക്കുന്നുണ്ട്. ആമേ ഹല്ലേലൂയ ആമേ. സാറമസ്റ്റർ നെറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ട്. അതിങ്ങനെ ഭയങ്കരമായിട്ട് ഇതാകുന്നുണ്ട്. അപ്പം ഇവിടെ പറയാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അവിടെ ആ ഫലം ഹല്ലേലൂയ അവര് ഹവ്വ പറിക്കാൻ പോയപ്പം ദൈവം കാണുന്നില്ലേ അത് പറിക്കുകയാണെന്ന്? സർവജ്ഞാനിയായ സകലത്തെയും കാണുന്ന ദൈവത്തിന് കാണാൻ പറ്റില്ലായിരുന്നോ? കാണുന്നുണ്ടായിരുന്നു. കാരണം നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അല്ല ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയുന്ന ദൈവം. അപ്പം അത് പിശാചി എന്ന് പറയുമ്പോഴും ഹവയുടെ ഹൃദയത്തിൽ അത് പറിക്കണമെന്നൊരു വിചാരം മനസ്സിൽ വരുമ്പോഴും ഒക്കെ ദൈവത്തിനറിയാം.
ദൈവത്തിന് തടയാമായിരുന്നില്ലേ? തടയാമായിരുന്നു. ഹല്ലേലൂയ. കാരണം വെച്ചാ നമ്മളെപ്പോഴും പറയാറ് നമ്മുടെ കയ്യിലൊക്കെ ചില നന്മകളൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ പറയും, അയ്യോ അത് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അങ്ങനെയായിപ്പോയി, ഇങ്ങനെയായി, പിശാച് എടുത്തോണ്ട് പോയി, അല്ലെ പിശാച് അപഹരിച്ചോണ്ട് പോയി എന്നൊക്കെ പറയുമ്പം ഞാൻ ചോദിക്കും, ദൈവത്തിന് തടയാമായിരുന്നില്ലേ? തടയാമായിരുന്നു. പക്ഷെ ചിലപ്പോൾ ദൈവം തടയുന്നില്ല. അത് പലപ്പോഴും ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ തടയും, ചില സമയങ്ങളിൽ തടയുന്നില്ല. കാരണം വെച്ചാൽ അല്ല നമ്മളോട് പറയും, ആലല്ല ഇടപെടും, ചില സമയത്ത് ഇടപെടുന്നില്ല. നമ്മുടെ ഇത് പോയി എല്ലാം കഴിയുമ്പോൾ അബദ്ധം പറ്റി കഴിയുമ്പോഴത്തെ നമ്മളിങ്ങനെ ഇരിക്കും. അപ്പൊ എന്താ അതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ദൈവം അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയാലേ നമ്മളെ ഉദ്ദേശ രീതിയിലേക്ക് നമ്മൾ എത്രത്തോളം എന്ന് ഉറപ്പുള്ളൂ അനുവദിച്ചു കൊടുക്കും. ഹവയത് പരക്കുന്നത് എത്ര എളുപ്പം പരക്കുമെന്നറിയാം. അപ്പൊ പറിച്ച് കയ്യിൽ വെച്ചപ്പോഴും തിന്നാൻ കഴിക്കുന്നതിന് മുമ്പ് അറിയാൻ വേണമെങ്കിൽ തടയാൻ വേണമെങ്കിൽ ഹാലലൂയ. പക്ഷെ തടഞ്ഞില്ല. കാരണം എന്താ വെച്ചാ അവൻ നടക്കേണ്ടത് തന്നെയായിരുന്നു ഹാലലി, അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടതായിരുന്നു അതൊക്കെ. അല്ല, അങ്ങനെ ഒരുത്ത് ചിന്തിക്കണം ഓരോ കാര്യങ്ങൾ. അപ്പൊ ഇവിടെ പറയുന്ന കണക്ക് നമ്മളെ എല്ലാവരും വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ മക്കളാക്കി വെക്കുമ്പോൾ ഹാലയില്, അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതി ഇസഹാക്കിന്റെ സന്തതി കൊടുക്കുമ്പോഴൊക്കെ ദൈവത്തിന് അറിയാൻ പറ്റും അവർ ആരാകും, എന്താകും, എങ്ങനെ ആകുമെന്ന്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ദൈവത്തിന് അറിയാം. നമ്മൾ ഇന്നത് ചെയ്യാൻ പോവാണ്, ഇന്നതായിരിക്കും അതിന്റെ പരിണത ഫലമൊന്നും ദൈവത്തിനറിയാം. പക്ഷെ ചില സമയങ്ങൾ ദൈവം നമ്മളോട് ഇടപെടും, നോ പറയും, പോകരുത്, ചെയ്യരുത്, അരുതെന്ന് പറയും. പക്ഷെ ചില സമയങ്ങൾ ദൈവം മിണ്ടത്തില്ല. കാരണം ചൂസ് ചെയ്യാനുള്ള ആ അവകാശം നമുക്ക് തന്നേക്കാണ്. നന്മ തിന്മകളെ തിരിച്ചറിയാനായിട്ട് നമ്മുടെ ഉള്ളിൽ പറഞ്ഞു തരാണ്ട് പരിശുദ്ധാത്മ നമ്മളോട് ഇടപെടും, വചനം നമ്മളോട് സംസാരിക്കും. ദൈവം നേരിട്ട് സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഓരോ വചനവും അത് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഡിസിഷനിലേക്ക് നമുക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തീരുമാനങ്ങളാണ് പലപ്പോഴും തെറ്റിപ്പോകുന്നത്. നമ്മളെല്ലാത്തിനും പിശാചിനെ കുറ്റം പറയും. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ നമ്മുടെ മോഹം കാരണം, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം കാരണം, നമ്മുടെ കൊതി കാരണമൊക്കെയാണ്. ഇപ്പം ഹവ്വയ്ക്ക് എന്താ വെച്ചാൽ ഇത് കാണാൻ നല്ലത്, തിന്മാൻ നല്ലത്, കാണാൻ ഭംഗിയുള്ള തിന്മാൻ നല്ലതെന്ന് അവൾ കണ്ട് അവൾ പറിച്ച് തിന്നുന്ന പറഞ്ഞിരിക്കുന്നത്. തിന്നുന്നതിന് മുമ്പ് അവള് തിന്നാൻ നല്ലതാണെന്ന് വിചാരിച്ചു. നമ്മുടെ ഇടയ്ക്ക് നമ്മൾ കാണുന്ന ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. കണ്ടിട്ടുണ്ട്. ഇത് കാണാൻ ഭയങ്കര ഭംഗിയല്ലേ. അപ്പൊ ഞാനിത് കടയിൽ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്നതിന് എനിക്ക് ഭയങ്കര നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, കട്ട് ചെയ്തൊക്കെ വെച്ചാൽ നല്ല രസമുണ്ട്, അല്ലെങ്കിൽ നല്ല ഭംഗിയായി, അല്ലെങ്കിൽ നല്ലതായിട്ട് തിന്നാന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടത് കഴിച്ചു നോക്കിയപ്പോൾ ഒരുമാതിരി വെള്ളം പോലെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത സാധനം അല്ലേ, കഴിച്ചിട്ടില്ലേ? അപ്പൊ ഒന്നിനും കൊള്ളില്ല. ഒരാൾ കമന്റ് ബ്ലേ അത്ര കൊള്ളത്തില്ല, ഒരുമാതിരി നമുക്ക് ഇഷ്ടം. പക്ഷെ നമ്മൾ കണ്ടപ്പോ എന്താ കാണാൻ നല്ല ഭംഗി കേട്ടോ. അപ്പൊ തിന്നാൻ നല്ലതാണ് നമ്മൾ വിചാരിച്ചു. അപ്പൊ ഇത് വിചാരം എവിടെ വരുന്നത്? നമ്മുടെ ഹൃദയത്തിലാ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് അത് വാങ്ങി അത് കഴിച്ചു നോക്കി. ഹല്ലേലൂയ. അപ്പൊ മനസ്സിലായി ഇതിന്റെ ഗുണം എന്താണെന്ന് ഒക്കെ. ആമേൻ, സ്തോത്രം. ഇതുപോലെ പലപ്പോഴും നമുക്ക് നല്ലതെന്ന് തോന്നിയിട്ട് നമ്മൾ പോയി അങ്ങ് ചെയ്യുക. ഇത് ചെയ്താൽ നല്ലതായിരിക്കും, അങ്ങോട്ട് പോയാൽ നല്ലതായിരിക്കും, ഇങ്ങോട്ട് വന്നാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഇത് വിജയപാസ്റ്റ് മെസ്സേജ് പറഞ്ഞപ്പോ ഉപ്പിനെ കുറിച്ച് പറഞ്ഞു. ഹാലയില്ല, ഉപ്പ് കാരമില്ലാതെ പോയി എന്തെന്നിനും കൊള്ളാം. നമ്മൾ ലോകത്തിന് ഉപ്പാകുന്ന പറയും മെസ്സേജാ പറയാൻ. അത് പറഞ്ഞപ്പോ അതിനകത്ത് ഒരു വാക്കെടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, ഉപ്പ് നല്ലതൊക്കെ, പക്ഷെ ഉപ്പ് കൂടിപ്പോ എന്താ അവസ്ഥ? പിന്നെ അത് പാചകം കൊള്ളത്തില്ല, കഴിക്കാൻ കൊള്ളത്തില്ല. എത്ര നല്ല ടേസ്റ്റ് ആയിട്ട് കറി ഉണ്ടാക്കിയാലും ഉപ്പ് കൂടിപ്പോയ അതുപോലെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അത് പേഴ്സണൽ ദൂതായിട്ട് എന്നോട് സർവീസിലൊക്കെ വന്ന കാരണം വെച്ചാൽ ചില ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ ചില ആൾക്കാരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകൾ, അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മൾ എല്ലാം നല്ലത് നമ്മളിപ്പോഴേ പറഞ്ഞ നമ്മുടെ നാട്ടിൽ അമൃതും അധികമായ വിഷമാണ്. കാരണം വെച്ചാൽ എല്ലാം നല്ലതാ, പക്ഷെ കൂടിപ്പോയി കഴിഞ്ഞു നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ പല കാര്യത്തിൽ കയറിയിട്ട് ആവശ്യമില്ലാതെ ഇടപെട്ട് കഴിഞ്ഞാൽ അത് ഉപ്പ് കൂടുതലാണെന്നുള്ള കാര്യമാണ്. ഞാനിപ്പോ വീണ സിസ്റ്റർ വിളിച്ചപ്പോഴും ഹലോ വീണ സിസ്റ്റർ എന്തൊക്കെയാണ് വിശേഷം, അത് ഇത് എന്ന് പറഞ്ഞ് അമ്മ കുത്തി കുടിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നല്ലതല്ല. ഹാലയില്ല. കാരണം വെച്ചാൽ നമ്മുടെ സംസാരങ്ങൾ ഹാലയിലൊക്കെ ആവശ്യത്തിനേ ആകാവുള്ളൂ. ഹാലയില എന്നാ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് ഉപ്പായി മാറണം, മറ്റുള്ളവർക്ക് സന്തോഷമായി മാറണം ഒക്കെയാണ്. പക്ഷേ അത് ഓവറായാല് ബുദ്ധിമുട്ടാ.
ഹല്ലേലൂയ. അപ്പം ഇവിടെയൊക്കെ എന്ത് കാര്യം പറയുമ്പോൾ അത് അതുപോലെ അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം സകലതും ആയിരിക്കും. എന്നിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിനല്ല നമ്മുടെ ഇഷ്ടത്തിൽ എന്തെങ്കിലും ചെയ്തിട്ട് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ദൈവത്തിന് ജനിച്ചാൽ ഈ അബ്രഹാമിൽ ജനിച്ചവനൊക്കെ സന്തതിയാണ്. പക്ഷെ മക്കൾ എന്ന് പറയാൻ അവൻ വാഗ്ദത്ത പ്രകാരം ജനിച്ചവരത്ര അവൻ മക്കളെന്ന് വിളിക്കുന്നത്. ആരെ വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കൾ? ഇസഹാക്ക് തന്നെയാണ് വാഗ്ദത്ത പ്രകാരം ജനിച്ചത്. പക്ഷെ ഇസഹാക്കിന് ജനിക്കുന്നവരെല്ലാം ഹല്ലേലൂയ മക്കളായിട്ട് കണ്ടുവച്ചാൽ നമുക്ക് ദാവീദിനോട് ദൈവം ഒരു ഉടമ്പടി പറയുന്നുണ്ട്. നമുക്കറിയാം ദാവീദിന്റെ ഹല്ലേലൂയ അവൻ എന്നേക്കും ഓർക്കും എന്നൊരു നിത്യ നിയമം പോലെ ദൈവം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം വന്ന ദാവീദ് എത്രയോ സന്തതി ഹല്ലേലൂയ അവൻ തെറ്റിപ്പോയവരുണ്ടായിരുന്നു. എന്തിനു പറയുന്നു? ദാവീദിന്റെ നേരെ ആദ്യ സന്തതി ശലോമോൻ തന്നെ, ജ്ഞാനികൾ ജ്ഞാനി എന്ന് പറഞ്ഞ ശലോമോൻ തന്നെ തെറ്റിപ്പോയി. ദൈവം അതുകൊണ്ട് ശലോമോനെ നീ തെറ്റിപ്പോലും കുഴപ്പമൊന്നുമില്ല, നിന്നെ ഞാൻ അങ്ങോട്ട് ഭക്തത്വം പറഞ്ഞല്ലേ, ഞാൻ ആ വാക്ക് കൊടുത്തില്ല, എന്നാൽ നിന്നെ ഞാൻ അങ്ങോട്ട് പൊക്കിയെടുത്ത് വെച്ചേക്കാന്ന് വെച്ചോ? ഇല്ല. ദൈവം തെറ്റ് ചെയ്യുന്നവരെല്ലാം ശിക്ഷിച്ചു. പക്ഷേ അതിനിടയിൽ ദൈവം ആ നിയമത്തെ ഓർത്തോണ്ട് നശിപ്പിച്ച് കളയാതിരുന്നിട്ടുണ്ട്. പക്ഷേ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ജനിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ മക്കളാണ് അല്ലെങ്കിൽ അവകാശികളാണ്, നിത്യതയിലേക്ക് കൊണ്ടുപോയിക്കോളും എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ഒന്നും കടന്നുകൂടരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ജനിച്ചത് ആണ്. പക്ഷേ ജനിച്ചാൽ മാത്രം പോരാ, ജീവിക്കണം. എത്രയോ സ്ഥലത്ത് ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു ഹല്ലേലൂയ ദൈവത്തിന്റെ ഈവൻ അവൻ ലേഖനങ്ങളിലേക്ക് പോകണ്ട, സുവിശേഷത്തിന്റെ കർത്താവ് യേശുക്രിസ്തു എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ആരാ നിങ്ങൾ എന്റെ ശിഷ്യരെന്ന് വിളിക്കാൻ കഴിയുന്നവരെ? യഥാർത്ഥത്തിൽ ആരാ ശിഷ്യന്മാര്? ഹല്ലേലൂയ അവിടെ പറയുന്നുണ്ടല്ലേ, പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾ വചനം പ്രമാണിക്കണം. നിങ്ങൾ ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പോയിട്ട് സുവിശേഷിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അത്. അപ്പൊ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം, ഞാൻ ഓരോ ദിവസം പറയും, വചനം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫുമായിട്ട് അതിനെ കമ്പയർ ചെയ്യണം. എത്ര പേർക്കൂടെ ഉറപ്പോട് കൈയെടുത്ത് പറയാൻ പറ്റും, ഞാൻ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് ജീവിക്കുന്നത്, ഞാൻ ദൈവത്തിന്റെ മക്കളാണ്, അവകാശിയാണ്, ദൈവം എന്തൊക്കെ പറഞ്ഞു അതുപോലെ ഞാൻ പാലിച്ചു പോകുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിലൊക്കെ കുറവുകളാണ്. കാരണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് ആർക്കും എത്താൻ പറ്റുന്നില്ല. ആഗ്രഹമൊക്കെ ഉള്ളിലുണ്ട്, പക്ഷേ പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നു. എന്താ പറയാ, നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി എല്ലാത്തിനും പിശാചിനെ നിങ്ങൾ കുറ്റം പറയരുത്. കാരണം പിശാചി ചിലപ്പം നമ്മുടെ 7 അയലത്ത് പോലും വന്നിട്ടുണ്ടാവില്ല. നമ്മുടെ അലസത, നമ്മുടെ ആഗ്രഹം, നമ്മുടെ ചെറുതിലേക്കുള്ള നോട്ടം, ഇതൊക്കെയാണ് നമ്മളെ പലപ്പോഴും നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ, ഇതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ വൈകാരികമായിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ് നമ്മളെ പലപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പോകാനായിട്ടുള്ളത് നമ്മളെ പുറകോട്ട് വലിക്കുന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മൾ പുറകെ എഴുന്നേറ്റാലും ഞാൻ എന്റെ അവസ്ഥയിൽ എല്ലാവർക്കും ഒരു അലാം വെച്ച് എഴുന്നേക്കും, എന്നിട്ട് സൂം ഓണാക്കും, എന്നിട്ട് പിന്നെയും കിടന്നുറങ്ങിപ്പിക്കും. ആദ്യത്തെ വിളി നമ്മുടെ ഷേർലി സിസ്റ്റർ ആയിരിക്കും മിക്കവാറും അല്ലെങ്കിൽ വിളിക്കുന്ന 3 മണിയാകുമ്പോ കൃത്യം 2:59 58 ആകുമ്പോഴേ വന്നിട്ട് വിളിക്കുമ്പോഴാണ് നമ്മള് വീട് ചാടി എഴുന്നേക്കുന്നത്. കാരണം എന്താട്ടെ, നമ്മുടെ ശരീരം എപ്പോഴും നമ്മൾ ഉറങ്ങാനാണ് പ്രേരിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ജഡത്തെ ജയിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ആത്മാവിന്റെ ഇഷ്ടപ്രകാരം പോകാൻ പറ്റത്തില്ല. വചനം വായിക്കാൻ എടുത്തു വെക്കുന്ന ഉടനെ എങ്ങുന്നില്ലാത്ത ഒരു ഉറക്കം വരും. അപ്പൊ ബൈബിൾ വടക്കി വെച്ചിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജഡത്തെ ജയിക്കാൻ പറ്റത്തില്ല. നമ്മൾ വെറുതെ വിട്ടിരുന്നാൽ എന്തൊക്കെ നേരം യൂട്യൂബിൽ എന്തൊക്കെ കേട്ടുകൊണ്ടിരുന്നാലും കണ്ടുകൊണ്ടിരുന്നാലും ഉറക്കം വരാത്ത നമുക്ക് നല്ലൊരു ദേവദാസന്റെ പ്രസംഗം കേട്ട് അപ്പോൾ ഉറക്കം വരും. ഹല്ലേലൂയ. അതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന എനിക്കുണ്ടാകുന്നല്ലോ, അത് ഞാൻ പറയുന്നത്. ഉറക്കം വരുമ്പോ എന്താ, നമ്മൾ അന്നേരം എന്നാ പിന്നെ അതുകൊണ്ട് യൂട്യൂബ് അങ്ങോട്ട് മാറ്റാം, അല്ലെങ്കിൽ ഇത് വചനം അങ്ങോട്ട് മാറ്റി ഞാൻ അങ്ങോട്ട് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളിലും അനുകൂലമാകുമ്പോൾ നമ്മൾ മുൻപോട്ട് പോകുന്നിടത്തല്ല ചെയ്യും. നിന്റെ സാഹചര്യം എല്ലാം പ്രതികൂലമായി നിൽക്കുമ്പോൾ നീ മുൻപോട്ട് പോകുമെങ്കിൽ അവിടെയാണ് നീ ജയിക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്നത്, അയ്യോ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്, പ്രാർത്ഥനയ്ക്കുള്ള അന്തരീക്ഷം ഇല്ല, ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് 100 എക്സ്ക്യൂസ് പറയും. അപ്പോഴൊക്കെ ദൈവം പറയും, നമ്മളോട് ചോദിക്കും, ഇവിടെയാണ് ഞാൻ നിന്നെ നിർത്തുന്നത്. കാരണം നീ തിര ഉയർന്നു പൊങ്ങുമ്പോൾ തിരയെ പോകുന്ന ഭാഗത്തേക്ക് പോകുമ്പോഴല്ല, ആ തിരയെ മുറിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നീ നീന്തിയാൽ മാത്രമേ നല്ല നീന്തൽക്കാരനാകും.
ഹാലയിലെ അപ്പൊ ജഡപ്രകാരം ഹാലയിലെ ആമേൻ നമ്മൾ ചിലതൊക്കെ ചെയ്യാൻ പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്ന പല സ്ഥലത്തും? കാരണം നമ്മൾ ജഡപ്രകാരം ചിലതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പരാജയപ്പെടും. നമ്മൾ ജഡപ്രകാരം ചെയ്യാൻ ശ്രമിക്കേണ്ട. നമ്മൾ മക്കളായി കഴിഞ്ഞാൽ അവൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഇരിക്കണം, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ ഇരിക്കണം. നമ്മൾ ഈ ക്രിസ്തുവിനെ ഉപയോഗിച്ചുകൊണ്ട് ചിലതൊക്കെ ചെയ്യാൻ ശ്രമിച്ചു നോക്കിക്കേ. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞ് പലരും മുമ്പത്തെ അധ്യായം വായിച്ച പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ആമേ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ ആർക്കും കഴിയില്ല. അതിന്റെ 38, 39 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാല് 35 തുടങ്ങി വായിച്ച, ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമ്മെ വേർപിരിക്കുന്ന ആറ് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാല ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു ഇത് എഴുതിയിരിക്കുന്നുണ്ടോ? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരക്കും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ ഭാഷകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹം തമ്മിൽ വേർപിരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പൊ ഇതിലൊക്കെയും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അപ്പൊ ആര് മുഖാന്തരമാണ് നമുക്ക് ജയം പ്രാപിക്കാൻ? അപ്പൊ ആരിലൂടെയാണ് നമുക്ക് ജയം പ്രാപിക്കാൻ പറ്റുന്നത്? അവൻ ക്രിസ്തുവിലൂടെ തന്നെ നമുക്ക് ജയിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ക്രിസ്തുവിലൂടെ നമുക്ക് ജയിക്കാം. നമുക്കറിയാം ഏശാവിനെ യാക്കോബിനെ, അതിൽ യാക്കോബിനെ ദൈവം തെരഞ്ഞെടുത്ത, പക്ഷെ യാക്കോബിനെ ദൈവം തെരഞ്ഞെടുത്തും യാക്കോബ് ജഡപ്രകാരം പല കാര്യങ്ങളും ചെയ്തു നോക്കും. നമുക്ക് ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം തന്നെ ഉപായിയാണ്. പല ഉപായങ്ങളും ആരും ജീവിച്ചു നോക്കും, പ്രാമേഹാരയിലെ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ എപ്പോഴാണ് യാക്കോബിന് ഇസ്രായേൽ എന്നുള്ള പേര് വീഴുന്ന വെച്ചാൽ യാബോക്കിന്റെ കടവിൽ വെച്ചിട്ട് അവൻ ദൈവവുമായി മൽപിടുത്തത്തിലൂടെ അല്ലെ ദൈവത്തിന്റെ ദൂതനുമായി മൽപിടിക്കുന്ന കാണുന്നു. അവിടെ യാക്കോബ് അവിടെ യാക്കോബിന്റെ ജഡപ്രകാരമുള്ള യാക്കോബിനെ പൂർണ്ണമായും ദൈവത്തിന് മുമ്പിൽ സറണ്ടർ ചെയ്തു. അന്നൊക്കെ എന്തൊക്കെ കഴിവുകൾ യാക്കോബിൽ ഉണ്ടായിരുന്നു, യാക്കോബ് എന്തൊക്കെ കഴിവുകൾ ആശ്രയിച്ച് അതിനെല്ലാം സറണ്ടർ ചെയ്ത് അവിടെ പുതിയൊരു വ്യക്തിയായി മാറുന്ന സമയത്തപ്പോഴാണ് യാക്കോബിന്റെ മേൽ ആ വാഗ്ദത്ത നിവർത്തീകരണം വരുന്നത്. ഒരു പുതിയ പേര് അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആക്ച്വലി നമ്മൾ പുതിയൊരു പേരിന് ഉടമകളായി മാറിയത് പോലെയാണ്. നമ്മൾ പുതിയൊരു വ്യക്തിത്വത്തിലേക്ക് വന്നു. കാരണം പഴയത് കഴിഞ്ഞു. ഇനി പുതിയ സൃഷ്ടിയായി മാറി എന്ന് പറയുമ്പോഴും നമ്മുടെ ജഡം നമ്മളെ പലപ്പോഴും നമ്മളെ തന്നെ നമ്മൾ എന്തൊക്കെ സ്വഭാവം അത് അതിനായിട്ടിരിക്കും. നമ്മൾ ഉപ്പിന്റെ കാര്യം തന്നെ പറഞ്ഞാൽ എപ്പോഴും പറയാതിരിക്കും. സാധു സുന്ദർ സിംഗ് എപ്പോഴും പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പ് എന്താ പറയാ, നമ്മൾ ഏത് പദാർത്ഥത്തിൽ ഇട്ടാലും ഏത് ഭക്ഷണത്തിൽ ഉപ്പിട്ടാലും ഉപ്പിനെ പിന്നെ നോക്കി കാണാനില്ല. ഉപ്പ് അലിഞ്ഞു ചേരുമ്പോൾ നമുക്ക് ടേസ്റ്റ് ആകത്തുള്ളൂ. പക്ഷെ അവിടെ ഉപ്പിനെ കാണാൻ ഉപ്പ് അലിഞ്ഞു ചേരുമ്പോൾ ടേസ്റ്റ് ആകും എന്ന് പറയുമ്പോൾ നമ്മൾ ഉപ്പിനെ പിന്നെ എത്രയൊക്കെ അരിച്ചു കുണിച്ചു നോക്കിയാൽ അതിൽ കാണത്തില്ല. എന്നാ കുറച്ച് ഉപ്പ് അങ്ങ് എടുത്ത് മാറ്റി ചൂടിപ്പോയി. നമ്മളിപ്പോ വേറെന്ത് സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ മാങ്ങ ഇട്ട് പുളി ഇട്ടതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൂടി കഴിയുമ്പോൾ എന്താ വെച്ചാൽ 2-3 പീസ് ഇതൊക്കെ എടുത്ത് മാറ്റുമ്പം അത് ഓക്കെ. പക്ഷെ ഉപ്പ് കൂടിപ്പോ ഇതൊക്കെ കുറച്ച് ഉപ്പ് അങ്ങ് എടുത്ത് മാറ്റിയേക്കെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം വെച്ചാൽ പിന്നെ ഉപ്പിനവിടെ കാണാനില്ല. ഇതുപോലെ നമ്മൾ പുതിയ സൃഷ്ടിയായി വെള്ളത്തിൽ ഇങ്ങോട്ട് പൊങ്ങിക്കഴിയുമ്പോൾ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പഴയ മിനിയെ കാണാൻ പാടില്ല. കാരണം മിനി ക്രിസ്തുവിൽ അലിഞ്ഞു ചേർന്നാൽ മാത്രമേ പിന്നെ മിനിയെ നോക്കുമ്പോ കാണാതിരിക്കുന്നെങ്കിൽ മാത്രമേ ടേസ്റ്റ് പുറത്തു വരുവുള്ളൂ. ഞാനായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും ടേസ്റ്റ് വരത്തില്ല. ആരുടെ ടേസ്റ്റാ പുറത്ത് വരുന്നത്? ഹല്ലേലൂയ. അവിടെ നമ്മൾ അലിഞ്ഞു ചേർന്ന കറിയാണ് ടേസ്റ്റ് ആകുന്നത്. ക്രിസ്തുവിൽ നമ്മൾ അലിഞ്ഞു ചേരുമ്പോൾ ഉപ്പിന്റെ ടേസ്റ്റ് അല്ല പുറത്ത് വരുന്നത്. ഉപ്പ് ഏത് വസ്തുവിൽ ഇട്ടാലും ആ ഇടുന്ന വസ്തുവിന് ടേസ്റ്റ് കൊടുക്കുന്നതാണ്. അല്ലെ? സാമ്പാറിലിട്ട സാമ്പാറിന് ഉപ്പിട്ടിട്ട് ഉപ്പിന്റെ ടേസ്റ്റിന് ഉപ്പ് അവിടെ സാമ്പാറിന് രുചി കൂട്ടുക ചെയ്യുന്നത്. ഹല്ലേലൂയ. മീൻകറി കൊണ്ടിട്ട അവിടെ സാമ്പാറിനല്ല രുചി കൂട്ടുക, മീൻകറിക്ക് രുചി കൂട്ടുക. അതുപോലെ ഞാൻ ക്രിസ്തുവിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഉപ്പല്ല അവിടെ വരേണ്ടത്. ക്രിസ്തുവിന്റെ രുചിയാണ് പുറത്തു വരേണ്ടത്. ഞാൻ പറയുന്നത് എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? നേരത്തെ പ്രിപ്പയർ ചെയ്ത വചനമൊന്നും അല്ല ഇവിടെ വന്നിരിക്കുമ്പോൾ ദൈവം തരുന്ന ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ പലപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് തന്നെ, ഈ ഭാഗമല്ല വേറെ എടുത്ത് നമ്മൾ എപ്പോഴും കർത്താവ് പറയുന്നുണ്ട്
അബേഡ് ഇൻ മീ ഐ ഇൻ യു എന്ന് പറഞ്ഞ ഭാഗം ഞാൻ നിങ്ങൾ എന്നിലും വസിക്കുക ഹാലലിയ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയും ഹാലലിയ. അവിടെ ഞാൻ പറഞ്ഞിട്ട് പറയാം പറഞ്ഞ് നമ്മൾ മുന്തിരിവള്ളിയിൽ കൊമ്പുകളിലൂടെ മുന്തിരിവള്ളി വസിച്ചു കഴിയുമ്പോൾ ഫലം വരുന്നത് കൊമ്പ് ഏത് കൊമ്പോട് ഇട്ടാലും കൊമ്പിന്റെ ഫലമല്ല നോക്കുന്നത്, മുന്തിരിവള്ളിയുടെ ഫലം തന്നെ അവിടെ കാണുന്നു. ഹാലേലൂയ. അപ്പൊ നമ്മൾ ക്രിസ്തുവിലൂടെ ക്രിസ്തുവുമായി ഒന്നായിരിക്കുമ്പോൾ, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിരിക്കുമ്പോൾ, നമ്മൾ ആ ക്രിസ്തുവിൽ അലിഞ്ഞു ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഫലം പുറത്തു വരരുത്. നമ്മുടെ ഫലം പുറത്തു എന്താ? പക വരും, പിണക്കം വരും, അസൂയ വരും, ഭിന്നത വരും, എന്തൊക്കെയുണ്ട് ജഡത്തിന്റെ സ്വഭാവങ്ങൾ എന്ന് വെച്ചാൽ അതൊക്കെ പുറത്തു വരാൻ തുടങ്ങും. ഹാലേലൂയ. അപ്പോൾ അവിടെയാണ് ഈഗോയൊക്കെ വർക്ക് ചെയ്യുന്നത്. അവരെ നോക്കി ചിരിച്ചില്ല, അത് ഞാനും ചിരിക്കുന്നില്ല. അവരെന്നെ കണ്ടിട്ട് സംസാരിച്ചില്ലെങ്കിൽ ഞാനും സംസാരിക്കുന്നില്ല. അവരെന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇനി അവരുമായിട്ട് കോണ്ടാക്ട്സ് ഇല്ല. ഇങ്ങനെ പലതും നമ്മുടെ ഉള്ളിൽ ഇരുന്ന് എവിടെയാണെന്നറിയാം. നമ്മുടെ ഫലം പുറത്തു വരിക. നമ്മുടെ ഫലമാണോ പുറത്തു വരേണ്ടത്? അല്ല. കാരണം ക്രിസ്തുവിന്. അതുകൊണ്ട് നമ്മൾ ജനിച്ചെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. ജനിച്ച നമ്മൾ ഹാലേലൂയ ആരായി മാറുന്നു എന്നുള്ളതാണ് ഹാലിലെ കാര്യം. അപ്പൊ നമ്മൾ ക്രിസ്തുവിൽ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ വന്നു കഴിയുമ്പോൾ, നമ്മൾ വസിച്ചു കഴിയുമ്പോൾ നമ്മളാകുന്ന വ്യക്തിത്വം മരിച്ചിട്ടില്ല എങ്കിൽ ക്രിസ്തുവിനെ അകത്ത് വെച്ചുകൊണ്ട് മിനി എന്ന വ്യക്തിത്വം ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മളത് മരിച്ചിട്ടില്ല പൂർണ്ണമായിട്ട്. എനിക്ക് ഇപ്പോഴും പഴയ സ്വഭാവം വരാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ അല്ലെങ്കിൽ അമ്മ പിണങ്ങിയാലൊക്കെ അങ്ങോട്ട് പോയി തിരിച്ച് മിണ്ടുക, അവരെ പിന്നെ വിളിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളോട് അന്തരം ഞാനൊന്നും തെറ്റി ഈ സ്വയം നീതീകരണ സ്വഭാവം നമ്മളൊക്കെ കയറി. എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല. സോ ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് തോന്നൽ നമ്മളൊക്കെ അതാണ് സ്വയം നീതീകരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പക്ഷെ കർത്താവ് പഠിപ്പിച്ചത് അങ്ങനെയല്ല. അല്ല നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എന്നല്ല, നിന്നോട് അവർക്ക് വല്ലതും ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത് അല്ലേ. നിന്നോട് അവർക്ക് വല്ലതും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അവിടെ യാഗം കഴിക്കാൻ ചെല്ലും പറയും, അതവിടെ വെച്ചിട്ട് നീ പോയിട്ട് അവരോട് നിരന്നിട്ട് വരാനത്. എത്ര പേര് നിരപ്പ് നമ്മൾ പ്രാപിക്കാറുണ്ട്? നമ്മൾ ഓരോ ദിവസവും ഇപ്പം നമ്മുടെയൊക്കെ സഭയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാ ആഴ്ചയും കത്താനും മേശയൊന്നുമില്ല, ഉള്ള സ്ഥലങ്ങളും ഉണ്ട്. മാസത്തിൽ ഒരു പ്രാവശ്യം ഉള്ളു എങ്കിലും മാസത്തിൽ ഒരു പ്രാവശ്യം അതിലേക്ക് കരം നീട്ടുന്നതിന് മുമ്പ് നിരപ്പൊക്കെ പ്രാപിച്ചിട്ടാണോ പോകുന്നത്? വിളിക്കാനുള്ളവരൊക്കെ വിളിച്ച് സോറിയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞാൻ കാരണം അതെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അല്ല. കാരണം വെച്ചാൽ നമ്മളെല്ലാവരും അത് തീരുമാനിക്കുക, ചിന്തിക്കുക നമ്മളൊക്കെ പെർഫെക്റ്റ് ആണ്. പലപ്പോഴും പറയാറുണ്ട് ഞാൻ തെറ്റ് ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ. നമ്മുടെ ഉള്ളിലൊരു ചിന്തയാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പക്ഷേ കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ ദൈവം വിടുവിച്ച ആരെന്നറിയോ? അയ്യോ ഞാൻ പാവിയാണ്, അങ്ങോട്ട് നോക്കാൻ പോലും എനിക്ക് കഴിയത്തില്ലേ, നിന്റെ ആലയത്തിലേക്ക് നോക്കാൻ പോലെ യോഗ്യനല്ലേ, നെഞ്ചത്തടിച്ച് പോയ ചുഖക്കാരനെയാണ് ദൈവം നീതീകരിച്ചത്. അല്ല അവിടെ ചെന്ന് പരീക്ഷ എന്ന് പറയുന്ന ഞാൻ സകലതും ചെയ്യുന്നത് പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നതിന് പതാരങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. കാരണം അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ അവന്റെ ഉള്ളിൽ ബോധം വന്ന് അവൻ നീതിമാനാണെന്ന്. ആ നീതിമാനെന്ന ബോധത്തിൽ നിന്ന് അവന്റെ പ്രാർത്ഥന ദൈവം കൈക്കൊണ്ടില്ല. കാരണം ദൈവസന്നിധി നമുക്ക് ആർക്കും നീതിമാനാണെന്ന് പറഞ്ഞ് നിൽക്കാൻ പോലുള്ള അവകാശമില്ല. കാരണം വെച്ചാൽ ഒരുവൻ പോലെ നീതി നമുക്ക് ദേശീയ രക്തത്താൽ കിട്ടിയ നീതീകരണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പറയുന്നത് നിൽക്കുന്നവൻ വീഴാതെ നിൽക്കുവാൻ തന്നെത്താൻ സൂക്ഷിക്കണം. ഹാലേലൂയ. നമ്മൾ ഏത് നിമിഷം വീഴും. കാരണം വൃതന്മാരെ പോലും തെറ്റിച്ച് കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും തോന്നലുണ്ട് അല്ലെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. കാരണം വീഴാതെ നിൽക്കാൻ എന്താ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം. വീഴ്ത്തിക്കളയാനായിട്ട് സാഹചര്യങ്ങളുണ്ട്. നമുക്ക് ഇന്ന് പഴയ കാലത്ത് ഉള്ളത് തമ്മിൽ വെച്ച് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ അഡ്വാൻറ്റേജസ്, ചില കാര്യം ഡിസഡ്വാൻറ്റേജ്. നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ബിസിനസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും അതിന് രണ്ട് ത്രെഡ്സും ഇതും നോക്ക്. കാരണം വെച്ചാൽ ഇത് ചെയ്ത എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നോക്കുമ്പോൾ അതേ സമയം തന്നെ അത് എന്തൊക്കെ ദോഷങ്ങളുണ്ടെന്ന്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് റിസ്ക് ഫാക്ടർ കൂടുതലാണെങ്കിൽ അതിനെ എങ്ങനെ സോർട്ട്, പിന്നെ നമ്മൾ അവിടെ റിസ്ക് എത്രയുണ്ടെന്ന് നോക്കിയാൽ മാത്രമല്ല ഈ റിസ്ക് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നൂടെ പഠിക്കും. ഇതെല്ലാം പഠിച്ചതിന് ശേഷമാണ് ഒരു ബിസിനസ് നമ്മൾ പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യത്തുള്ളൂ. എല്ലാ ബിസിനസ്സുകാരും അങ്ങനെയൊക്കെ തലങ്കിലും കാര്യങ്ങൾ അറിയുന്നവരെ കൊണ്ട് ചെയ്യിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. അതുപോലെ നമ്മൾ പറയാം പഴയ കാലം എടുത്താലും പുതിയ കാലം എടുത്താലും രണ്ടിനും കുറെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അന്ന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അന്ന് മീഡിയയുടെ സ്വാധീനം ഇല്ലായിരുന്നു എന്നുള്ളതാണ്.
ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഇന്റർനെറ്റും അല്ല ഇന്ന് സോഷ്യൽ മീഡിയ എല്ലാം ആയിട്ട് ഇങ്ങനെ അല്ല അതിനകത്ത് ഇന്നത്തെ ലോകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് അവരെ ഉപദ്രവിക്കുന്ന മനുഷ്യരായിരുന്നു. ഹല്ലേലൂയ. അമ്മയെ കൊണ്ടുവന്ന് തടവറയിടുന്ന ഭരണാധികാരികളായിരുന്നു. അല്ലെങ്കിൽ വചനം പറഞ്ഞ കൊന്നുകളയുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇങ്ങനെ പല സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ കാട്ടി ഹല്ലേലൂയ. ഇന്ന് ഏറ്റവും വില്ലനായി നിൽക്കുന്ന ആരെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ജഡപ്രകാരമുള്ള പോരാട്ടങ്ങൾ ഇന്ന് വളരെ കുറവാണെന്ന് പറയാം. ഹല്ലേലൂയ. പക്ഷേ നമുക്ക് വരുന്ന പോരാട്ടങ്ങളെല്ലാം ഹല്ലേലൂയ എങ്ങനെയാന്ന് വെച്ചാൽ ആത്മപ്രകാരമല്ല, അത് ലോകപ്രകാരമുള്ള പോരാട്ടത്തിലാണ്. ലോകം അതിന്റെ മോഹങ്ങളും ഇങ്ങനെ കയറി എന്താ പറയാ അതിപ്രസരമുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. എത്രയൊക്കെ വേണ്ടാന്ന് വിചാരിച്ച് മുറി അടച്ച് പരിക്കാത്തിരുന്നാൽ പോലും തെറ്റിച്ച് കളയാൻ കഴിയുന്ന കാലഘട്ടം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ വീഴാതെ നിൽക്കുവാൻ തക്കവണ്ണം നമ്മൾ അധികം ശ്രമം വേണം. ഇത്ര പ്രാവശ്യം നമ്മള് പണ്ടപ്പണി കള്ളുകൂടിയന്മാരെയൊക്കെ നമ്മള് കാണുമ്പോൾ ഒരു സ്വഭാവം വെച്ചാൽ അവര് രാവിലെ വീട്ടിൽ പോകുമ്പോൾ ഭാര്യയുടെയും കൊച്ചുങ്ങളുടെയും ഒക്കെ തലയിലൊക്കെ തൊട്ട് സത്യം ചെയ്ത് ഇനി മുതൽ ഞാൻ കുടിക്കത്തില്ല എന്ന് പറയും. വൈകുന്നേരം ആകുമ്പോൾ 4 കാലയിലായിരിക്കും വരുന്നത്. കാരണം അവരെ അതിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന പാവത്തിന്റെ ഇൻഫ്ലുവൻസ് അവരിലുള്ളത് കൊണ്ട് അത് പോകും. ഇതുപോലെ തന്നെ അത് നമുക്ക് കണ്ട വലിയ പുച്ഛമായിട്ട് തോന്നും. നമ്മൾ കുറ്റം പറയും. നമ്മൾ പറയും ഒരു ഹാലയില്ല വിൽഭവം ഇല്ലാത്തതെന്നൊക്കെ പറയും. ഇത് നമ്മൾ അവരെ കുറ്റം പറഞ്ഞു. ഇത് നമ്മൾ എതിർത്ത് നോക്കിക്കേ. നമ്മള് പലപ്പോഴും യൂട്യൂബ് വേണ്ട, ഫേസ്ബുക്ക് വേണ്ട, ഇൻസ്റ്റാഗ്രാം വേണ്ട, പിന്നെ എന്താ പറയാ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഡിസൈഡ് ചെയ്യും. ചിലപ്പോൾ ഞങ്ങളുടെ അനുമോളൊക്കെ ചെയ്യുന്ന കണക്കാണ്. ചിലപ്പോഴൊക്കെ അത് എന്താ പറയാ അതൊക്കെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്തോ എന്താ പറയാ ഡിസേബിൾ ചെയ്തോ ഒക്കെ വെക്കും. ഹല്ലേലൂയ. എന്താ വെച്ചാൽ ഞാൻ കുറച്ച് അമ്മയുടെ ഇൻസ്റ്റ നോക്കത്തില്ല, ഡിസേബിൾ ചെയ്തിട്ടുണ്ടെന്ന് പറയും. പക്ഷേ കുറച്ച് ദിവസം കഴിയുന്നതിന് മുമ്പ് വീണ്ടും അത് എനേബിൾ ആകും നമ്മൾ കാണും. എന്താണെന്നറിയാവോ? ഹല്ലേലൂയ. നമുക്കതിനെ ഈ കള്ളുകൂടിയും പറഞ്ഞു കണക്ക് ഞാൻ ഇനി കള്ളു കുടിക്കത്തില്ല എന്ന് പറഞ്ഞ വാക്കാ. കുറെ കഴിയുമ്പോൾ അവനെ അതിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന പോലെ ഡിസേബിൾ ആയത് എനേബിൾ ആകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ വാക്കൊക്കെ പറഞ്ഞ് പ്രോമിസ് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേന് നമ്മളെ അതിലേക്ക് വലിച്ചുകൊണ്ട് പോകും. അന്ന് കയറി നോക്കുക, ഫ്രണ്ട്സൊക്കെ മെസ്സേജ് അയച്ചു എന്നൊക്കെ നോക്കാം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് നോക്കാൻ വേണ്ടി മാത്രമേ കയറുന്നതെന്നൊക്കെ പറയും. നമ്മൾ എന്ത് പറഞ്ഞാലും ഡിസേബിൾ ചെയ്ത് വെച്ച് എനേബിൾ ചെയ്യുന്നെങ്കിൽ നമുക്ക് അതിലും ജയിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഉൾപ്പെടെ കൊച്ചിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ നമ്മൾ യൂട്യൂബിൽ പലപ്പോഴും ഹല്ലേലൂയ കയറിയിട്ട് അധികം സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താ പറച്ചില് മെസ്സേജ് കേൾക്കാൻ കയറുന്നു. മെസ്സേജ് കേൾക്കാൻ കയറുന്ന ഒരു മെസ്സേജ് അരമണിക്കൂറോ 1 മണിക്കൂറുള്ള മെസ്സേജ് കേൾക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ 10 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ 5 മണിക്കൂർ അല്ലാതെ അവിടെ സ്പെൻഡ് ചെയ്യുന്നു. ഹല്ലേലൂയ. ഫേസ്ബുക്ക് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ ഫേസ്ബുക്ക് ഒന്നും ഓപ്പൺ ആക്കാൻ അറിയില്ലാത്ത ആൾക്കാരെ ഹല്ലേലൂയ ആദ്യം നോക്കാം. പക്ഷേ നിങ്ങളുടെയൊക്കെ നമ്മളെല്ലാവരും ഇതുവരെ പ്രോമിസ് ചെയ്യുന്നവരാ ദൈവസന്നിധിയിൽ. ഇനി പോലെ ഞാനത് ചെയ്യത്തില്ല, ഇത് ചെയ്യത്തില്ല, ഞാനതുപോലെ പ്രാർത്ഥിച്ചോളാം, ഇനി തുടങ്ങി ഞാൻ എൻ്റെ പ്രാർത്ഥന ജീവിതം ചില മെസ്സേജൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നമ്മൾ അവിടെ നിന്ന് തീരുമാനമൊക്കെ എടുക്കും. ഇന്ന് തുടങ്ങിയിട്ട് ഞാൻ ഭയങ്കര പ്രാർത്ഥന പോരാളിയാകും, എനിക്ക് ഇതുപോലെ പ്രാർത്ഥിക്കണം, ഞാൻ അന്യഭാഷ മണിക്കൂറിൽ ഇരിക്കും, പ്രാർത്ഥിക്കും എന്നെല്ലാം പറയും. പക്ഷേ ഒരു ദിവസം ചിലപ്പം പ്രാർത്ഥിച്ചേക്കും, രണ്ടാമത്തെ ദിവസം തുടങ്ങിയിട്ട് സ്ഥിതി പഴയതുപോലെ തന്നെ. ഞാൻ ഇതിനകത്ത് പേഴ്സണൽ പ്രെയർ മണിക്കൂർ ചെലവഴിക്കുന്നത് എത്ര പേരുണ്ട്, ചെലവഴിക്കുന്നവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? നമുക്ക് എല്ലാവർക്കും ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖലയാണ് പേഴ്സണൽ പ്രെയർ. ആരെങ്കിലും വന്ന് അവരുടെ കൂടെ തകർത്ത് വെച്ച് പ്രാർത്ഥിക്കുക, അതൊക്കെ വേറെ കാര്യം. ഹല്ലേലൂയ. പക്ഷേങ്കിൽ വ്യക്തിപരമായി നമുക്ക് ദൈവമായിട്ട് ഇരിക്കാൻ കഴിയുന്നത് ഇത്ര പ്രാവശ്യം തീരുമാനം എടുത്തത് നമ്മൾ, പക്ഷെ നമുക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്താ കാര്യം? പലപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ നമ്മൾ നിൽക്കുമ്പോഴും നമ്മുടെ ജഡം നമ്മളെ അനുവദിക്കത്തില്ല. പുതിയ സൃഷ്ടിയായി നമ്മൾ മാറി ക്രിസ്തുവാണ് നമ്മൾ ഇരിക്കുന്നത്. ക്രിസ്തു നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മൾ വരണ്ടേ? പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ല മാതൃക ആരാ നമുക്ക്? യേശുക്രിസ്തു. കാരണം യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നു ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നത്. അത് ശിഷ്യന്മാരെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മാത്രമല്ല, ഒറ്റയ്ക്ക് വേറിട്ടിരുന്ന് യാമങ്ങൾ ഉണർന്നിരുന്ന് പിതാവുമായി പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണിച്ചു തന്നു. യേശു ദൈവമായിരുന്നില്ലേ? ദൈവത്തിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഭൂമിയിൽ വന്നപ്പോൾ ജഡത്തിൽ വന്നപ്പോൾ ജഡത്തെ ജയിക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ് നമുക്ക് കാണിച്ചു തന്നതാണ്. നമുക്കിന്ന് പലപ്പോഴും നമ്മുടെ ജഡത്തെ ജയിക്കാൻ കഴിയാത്ത എന്താ വെച്ചാൽ നമ്മുടെ പ്രാർത്ഥന കുറവാണ് ജയിക്കാൻ കഴിയാത്തതിന്റെ കാരണം. നമ്മളിത് പ്രാർത്ഥിച്ചു നോക്കി, വ്യക്തിപരമായിരുന്നു പ്രാർത്ഥിച്ചു നോക്കി, നമ്മൾ ഏത് വിഷയം നമ്മുടെ മുമ്പിൽ വന്നാലും നമ്മൾ ജയിക്കും അതിന്.
കാരണം പ്രാർത്ഥനയിൽ നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടും. നമ്മൾ അറിയാണ്ട് നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടുന്നു. അകത്ത മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ പുറത്തെ മനുഷ്യന് ജയിക്കാൻ കഴിയും. അപ്പൊ നമ്മുടെയൊക്കെ ലോകത്തിലുള്ളൊക്കെ പുറത്തെ മനുഷ്യരെ ഫീഡ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇന്ന് ആര് ജയിക്കുന്ന വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പുറത്തെ മനുഷ്യനാണ് ജയിക്കുന്നത്. പുറമേ ഉള്ള മനുഷ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക കാര്യം ചെയ്യുന്നത്, അയ്യോ നമ്മളൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ആകരുത് വിചാരിച്ചായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന വിചാരിച്ചു, പക്ഷെ അയ്യോ പറ്റിപ്പോ. എന്താ കാര്യം? നിനക്ക് ജയിക്കാൻ കഴിയുന്നില്ല പലപ്പോഴും. എന്താ ജയിക്കാൻ കഴിയാത്തതിന്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തെ മനുഷ്യൻ അവൻ ശക്തനായി നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ജനിച്ച് എന്ന് പറഞ്ഞാൽ ഉടനെ മക്കളായി കഴിഞ്ഞ മക്കളായതിന്റെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് ആ മക്കളാകാനുള്ള അധികാരം ലഭിച്ചു എന്നാണ്. അപ്പൊ മക്കൾ മാത്രമല്ല, മക്കളാണെങ്കിൽ നമുക്ക് എന്താ അധികാരികൾ. കർത്താവിന്റെ വചനത്തിന്റെ മക്കളെങ്കിൽ അവകാശികളാണ്. അവകാശികളാണ്, അധികാരികൾ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അധികാരം അവകാശം വെളിപ്പെടുത്താൻ കഴിയുന്നില്ല നമുക്ക്. എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിലെ ക്ഷേടം മരിച്ചിട്ടില്ലാത്തത് കൊണ്ട്, നമ്മളെ ക്രിസ്തുവിന്റെ സൗരഭ്യം നമ്മളിലൂടെ പുറത്തു വരുന്നില്ല. ക്രിസ്തു നമ്മളുടെ ഫലം പുറപ്പെടുവിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല. നമ്മളാകുന്ന കൊമ്പുകൾ ഇങ്ങനെ കയറി നിൽക്കുകയാണ്. മുന്തിരികളോടെ നിൽക്കുക, കായ്ക്കണ്ട, എന്റെ കൊമ്പിലെ ഫലമൊക്കെ ഒന്ന് പുറത്തു വരട്ടെ. നിങ്ങൾ അധികം ഫലം കായ്ക്കുന്നവരാകണമെന്ന് പറയുമ്പോൾ നമ്മൾ കായ്ക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മളുടെ ഫലമാണ്. നമ്മളുടെ ഫലം കായ്ക്കാൻ ശ്രമിച്ചാൽ അത് ഒരിക്കലും സക്സസ് ആകത്തില്ല. കാരണം നമ്മൾ പടർന്നിരിക്കുന്ന ആ മുന്തിരിവള്ളിയുടെ അനുഭവമാണ് നമ്മൾ വേണ്ട. മുന്തിരിവള്ളി അനുഭവം വരാത്ത കാര്യം ഇപ്പോഴും ഉപ്പ് വെള്ളത്തിട്ട അലിയാതെ ഉപ്പായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ രുചി നമ്മൾ ഇന്ന് പുറത്തു വരുന്നില്ല. ഇവിടെ പറയുന്ന ഇസഹാക്ക് ജനിക്കുന്നതിന്റെ സന്തതി എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളെല്ലാം ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ എത്രയും സന്തതി എന്ന് എണ്ണുന്നു. മറ്റൊരു ലേഖനത്തിൽ പറയുന്ന ആ സന്തതിയോ അത് അവൻ ക്രിസ്തു അത്രയെന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ വാഗ്ദത്ത പ്രകാരം ജനിച്ച ക്രിസ്തു, അവിടെ സന്തതികൾ എന്നല്ല, സന്തതി എന്ന് എണ്ണുന്നു തന്നെയാ. ഗലാത്യലേഖനത്തിലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ക്രിസ്തുവാണെന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അബ്രഹാമിന്റെ വാഗ്ദത്ത പ്രകാരമുള്ള സന്തതി, ആകാശത്തുള്ള നക്ഷത്രങ്ങളെ പോലുള്ള സന്തതി എന്ന് പറയുന്നത് അത് ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തുവിനെയാണ് വാഗ്ദത്ത പ്രകാരമുള്ള ദൈവത്തിന്റെ എന്ന ആദിയിൽ, ഉൽപ്പത്തിയിൽ തന്നെ ദൈവം പറഞ്ഞ പ്രോമിസ്, സ്ത്രീയുടെ സന്തതി സാത്താന്റെ തലയെ തകർക്കും എന്ന് പറഞ്ഞ് അന്നത്തെ വാഗ്ദത്തം നിവൃത്തിയായി വന്നത്. അപ്പൊ ക്രിസ്തുവിലൂടെ ജനിക്കുന്ന അബ്രഹാമിന്റെ സന്തതി, വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത് നമ്മളെ വിളിക്കുന്നത്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയുള്ള സന്തതി എന്ന് പറയുന്ന ദൈവത്തിന്റെ മക്കളാകുന്ന ക്രിസ്തുവിൽ വീണ്ടും ജനിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും അവിടെ എല്ലാം നമ്മൾ അങ്ങനെ ആയി ജനിച്ചു എന്ന് പറഞ്ഞ് ആരും എങ്ങനെ ഇരിക്കരുത് കേട്ടോ. ഇന്നത്തെ മെസ്സേജ് കണ്ടന്റ് ഇതേ ഉള്ളൂ. ജനിച്ചു, ഞാൻ വീണ്ടും ജനിച്ചു, എല്ലാമായി തികഞ്ഞ് എന്ന് പറഞ്ഞാൽ ഇരിക്കരുത്. ജനിച്ചത് കൊണ്ട് മാത്രം മക്കൾ എന്ന പദവിയിലേക്ക് എത്തത്തില്ല. ബന്ധം കൊണ്ടെത്തി. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ചില മക്കള് ജനിച്ചു, അപ്പനും അമ്മയും വേർപിരിഞ്ഞു പോയത്. അപ്പന് ഒരുപാട് സ്വത്തുണ്ട്, അവകാശമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഈ മക്കൾക്ക് യാതൊന്നും അനുഭവിക്കാനായിട്ട്, കൊടുക്കാനായിട്ട് അവർ തയ്യാറായ, അല്ലെങ്കിൽ ഇല്ല, കിട്ടിയില്ലെന്ന് വിചാരിക്കട്ടെ. അപ്പൊ ജനിച്ചപ്പോ മക്കളാണെന്ന് വെച്ചാൽ ആണ്. മക്കളാണ്. പക്ഷേങ്കില് അവരവകാശിയായി മാറുന്നുണ്ടോ? അവരധികാരിയായി മാറുന്നുണ്ടോ? ഇല്ല. അപ്പന് വേറെ എവിടെയോ അവർ വേറെ ജീവിതം നയിക്കുന്നു, മക്കള് വേറെ എവിടെയോ ദൂരം എടുത്ത്. എന്തെങ്കിലും അധികാരം, എന്തെങ്കിലും അവകാശം ലഭിക്കുന്നുണ്ടോ? ഇല്ല. മക്കളാണോ വെച്ചാൽ ആണ്. ഇതുപോലെ ആകരുത് കർത്താവ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ ജനിച്ചു, മക്കളായി. അപ്പൻ്റെ അടുത്ത് ഒരുപാട് അധികാരമുണ്ട്, അവകാശമുണ്ട്, ഇതെല്ലാം ഉണ്ട്. നമ്മളിതൊന്നും അറിയുന്ന പോലുമില്ല. എവിടെയോ കടന്ന് പട്ടിണിയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസമായിട്ട് എങ്ങനെയൊക്കെയോ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അവിടെ. അവിടെ കോടിക്കണക്കിന് സ്വത്തുണ്ട്. അധികാരമുണ്ട്, അവകാശമുണ്ട്. പക്ഷേ നമുക്കത് ലഭിക്കുന്നില്ല, പ്രാപിക്കാൻ കഴിയുന്നില്ല, അതിന് യോഗ്യരായി മാറുന്നില്ല. അതുപോലെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ദൈവം എന്തൊക്കെ വാഗ്ദത്തങ്ങൾ വെച്ചിട്ടുണ്ടോ, എന്തൊക്കെ അധികാരങ്ങൾ വെച്ചിട്ടുണ്ടോ, അതൊക്കെ നമ്മൾ പ്രാപിച്ച് എടുക്കേണ്ടവരാ നമ്മൾ ഓരോരുത്തരും. പക്ഷെ ഈ പ്രാപിച്ചെടുക്കേണ്ടെന്ന നമ്മൾ ഇതിനെക്കുറിച്ചൊരു തിരിച്ചറിവുമില്ലാതെ മക്കൾ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്.
ഇതാകരുത് നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഹാലേലിയ. ഇസഹാക്കിന്ന് ജനിച്ചവൻ അല്ലെങ്കിൽ അബ്രഹാമിന്ന് ജനിച്ചവനൊക്കെ ഹാലേലിയ വാഗ്ദത്ത പ്രകാരം സന്തതിയാകത്തുള്ളൂ. മക്കളെന്ന അവകാശത്തിലേക്ക് വരണമെങ്കിൽ മക്കളായിട്ട് ദൈവം പറഞ്ഞ വാഗ്ദത്ത പ്രകാരം ജനിച്ചവർ തന്നെയാകണം. വാഗ്ദത്ത പ്രകാരം ജനിച്ച് നമ്മൾ വാഗ്ദത്ത പ്രകാരം ജനിച്ച് നമ്മളെയൊക്കെ ഇപ്പോഴല്ല, ലോക സ്ഥാപനത്തിന് മുമ്പേ പൗലോസ് പറഞ്ഞത്, ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടവരാണ്, അല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തവരാണ്, നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. ഹാലേലിയ. ആണെങ്കിൽ നമുക്ക് ചില അധികാരങ്ങൾ, ചില അവകാശങ്ങളും ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മൾ പ്രാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹാലേലിയ, അല്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കാൻ വേണ്ടി യോഗ്യരാകുമ്പോൾ മാത്രമേ ഒരു മക്കൾ എന്ന പദവിയിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഈ മക്കൾ എന്ന പദവിയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തണമെങ്കിൽ ഇസഹാക്ക് ജനിക്കുന്നവൻ എന്നേ ഉള്ളൂ. ഹാലേലൂയ. നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേയുള്ളൂ. അതിന്റെ അർത്ഥമോ ജനപ്രകാരം ജനിച്ച മക്കളാൽ ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ എത്രയും സന്തതി എന്നെണ്ണുന്നു. ഹാലേലൂയ. അപ്പൊ വാഗ്ദത്ത പ്രകാരം ജനിച്ച ഓരോരുത്തരും ഹാലേലൂയ മക്കൾ എന്ന പദവിയിലേക്ക് തന്നെ എത്തണം. നമ്മുടെ പദവി എന്താ തിരിച്ചറിയണം. ഞാൻ എപ്പോഴും പറയും, നമ്മൾ ആരാണെന്ന് തിരിച്ചറിവ് നമ്മൾ ഉണ്ടാകുന്നതാണ് ഹാലേലൂയ ഏറ്റവും വലിയ ഗുണം. ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ എങ്ങനെ ആ സാഹചര്യത്തെ ജയിക്കാൻ പറ്റും, ആ സാഹചര്യത്തിന് എങ്ങനെ നിൽക്കാൻ പറ്റും, സാഹചര്യത്തെ എങ്ങനെ ഓവർകം ചെയ്ത് മുൻപോട്ട് പോകണം. അത് മാറിയിരിക്കുന്നവരല്ല മക്കൾ. മക്കളാണെങ്കിൽ ഹാലേലൂയ അവൻ അറിയണം. ഹാലേലൂയ നമുക്ക് ദൈവം തന്നിട്ട് അധികാരം, അത് പരമ അധികാരമാണ്. നമ്മുടെ ദൈവം പരമ അധികാരിയായ ദൈവമാണ്. അവൻ സകലത്തിന്റെയും ഹാലേലൂയ ഉട്ടയവനാണെങ്കിൽ ഹാലേലൂയ നമ്മളുടെ ഉള്ളിൽ ഹാലേലൂയ മഹത്വത്തെ പ്രത്യാശ ക്രിസ്തു ഉള്ളപ്പോൾ ഈ ലോകത്ത് നമുക്ക് ജയിക്കാൻ പറ്റുക ഒന്നുമില്ല. ഇതൊക്കെ വന്നാൽ ഞാൻ ജയിക്കുമായിരിക്കും, അതെനിക്ക് പറ്റത്തില്ല. അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ തന്നെ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ട്, പരിശുദ്ധാത്മാവിനെ നമ്മൾ ലിമിറ്റ് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ പരിശുദ്ധാത്മാവിനെ ലിമിറ്റ് ചെയ്ത്, പരിശുദ്ധാത്മാവിന് ലിമിറ്റേഷൻസ് ഇല്ല, പരിമിതികളില്ല, പരിധികളില്ല. ഹാലേലൂയ. അതുകൊണ്ട് നമ്മൾ ആരെന്ന് തിരിച്ചറിവിൽ ഹാലേലൂയ മക്കളാണെങ്കിൽ മക്കളായിട്ട് തന്നെ ജീവിക്കണം. ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഹാലേലൂയ മക്കൾ അപ്പനുമായിട്ട് നല്ല ബന്ധമുള്ള, അപ്പൻ എന്തൊക്കെ അധികാരങ്ങളുണ്ടോ, അപ്പന്റെ എന്തൊക്കെ ഭവനത്തിൽ എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതെല്ലാം ഹാലേലൂയ ആസ്വദിച്ചും അതെല്ലാം അനുഭവിച്ചും അതിൽ ഉപയോഗിക്കും ചെയ്യുന്ന ഹാലേലൂയ. മക്കൾ എന്ന് പറയുന്നെങ്കിലും ഹാലേലൂയ അവിടെ പറയുന്ന പ്രായലേഖനത്തിലാണെന്നോ അല്ല, ഇത് മക്കളെങ്കിലോ ഹാലേലൂയ അവകാശികളാണെങ്കിലും ഹാലേലൂയ ദാസനെക്കാട്ട് ഒട്ടും വിശേഷമുള്ളവരാണെന്ന് പറയുന്നത്. ഹാലേലൂയ എവിടെ സറമ സിസ്റ്റർ വചനം എവിടെയാണ്? സകലത്തിന് അവകാശിയെങ്കിലും ഗലാത്യർ ഗലാത്യ ലേഖനത്തിൽ സകലത്തിലെ അവകാശിയെങ്കിലും നാലാമത്തെ അവകാശി സർവ്വത്തെ യജമാനെങ്കിലും ശിശുവായിരിക്കുന്ന ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവരല്ല. അപ്പൊ അവകാശി സകലത്തിനും യജമാനായിരിക്കുന്നു എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാട്ടൊട്ടും വിശേഷം. അപ്പൊ ശിശുവായിരിക്കില്ല നമ്മൾ. ശിശുത്വം അല്ല, ശിശുത്വം. ഹാലേലൂയ. അത് മാറിയിട്ട് ശിഷ്യത്വത്തിലേക്ക് വരണം. ഹാലേ നമ്മൾ ശിഷ്യന്മാരാണെന്നുള്ള ബോധത്തിലേക്ക് വരുമ്പോഴാണ് ഗുരുവിനെ പോലെ ആയി തീരാൻ കഴിയുള്ളൂ. ഹാലേ അതുകൊണ്ട് ജനിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും ജനിച്ചു, എല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞ് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഹാലേലൂയ നിങ്ങൾ ജനിച്ചത് കൊണ്ട് മാത്രം ഹാലേലൂയ തികഞ്ഞവരായിട്ടില്ല. എല്ലാം ഹാലേലൂയ മക്കൾ എന്ന് പറഞ്ഞ അധികാരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഓരോരുത്തരും അധികാരികളാകുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവം തന്നിട്ടുള്ള അധികാരത്തെ നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കണം. ഹാലേലൂയ നമ്മുടെ നാവ് ഹാലേലൂയ ഒരു മൂർച്ചയുള്ള വാളാണത്. ഹാലേലൂയ വചനം മാത്രമല്ല, ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വചനത്തിനും നാവിന് ജീവനും മരണം നമ്മുടെ നാവിന്മേലേക്ക് അത് അധികാരമുള്ളതാണ്. അതിനെ സൃഷ്ടിക്കാനും നശിപ്പിക്കാനും കഴിയുന്ന, പക്ഷെ ഈ നാവിന്റെ ഹല്ലേലൂയ ആ പവറിനെ തിരിച്ചറിഞ്ഞ് തന്നെ അതോറിറ്റി എന്താ നമുക്ക് തന്നിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കണം. ഈ ദിവസങ്ങളിൽ ആ പുത്രത്വം നമ്മളിലെ വെളിപ്പെടണം. പുത്രത്വത്തിലേക്ക് നമ്മൾ ആയി വരണം, മടങ്ങി വരണം. നമ്മൾ പലരിലും പുത്രത്വം പ്രാപിച്ചെങ്കിലും ഹാലേലൂയ അത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ അതിലേക്ക് എത്തിയിട്ടില്ല. ആ വെളിപ്പാടിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തണം. ഇവ ഞാൻ എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ്.